ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു, ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ ഈ ഇൻട്രോ എടുക്കുന്ന എവിടെ നിന്നാണെന്ന് അറിയാമോ? ബെൻസിയുടെ അവിടെ നിന്നാണ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കാര്യവും പറഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുമ്പം കിട്ടുന്നതൊക്കെ ഒരു ഇച്ചിരിച്ച ഷോട്ട് എടുക്കും. പലരും പറഞ്ഞ് നിങ്ങൾ തമ്മിലുള്ള രണ്ടുപേരുമായിട്ടുള്ള വീഡിയോ ഇടണേ എന്തു വന്നേലും ഇച്ചിരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ല, അവർ ചർച്ചിൽ പാസ്റ്റർ പോവാം, മാവേലിക്കരയിലോട്ടാണ് പാസ്റ്റർ പോകുന്നത്. അപ്പോൾ ഇവർ ചർച്ചിലൊന്ന് പോയിട്ട് ഇങ്ങ് വരും അരമണിക്കൊണ്ടകൻ. അപ്പം എല്ലാം ഒക്കെ രാവിലത്തെ ചായയൊക്കെ അവൾ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പറയും ബാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം, മസാലയൊക്കെ എടുത്ത് താപ്പോട്ട് വെച്ചിരുന്നാൽ മതിയെന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയാ. ഇത്രയും ദിവസം നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ടും പ്രതീക്ഷിക്കുന്നേ. ഓക്കെ, രാവിലെ കടലക്കറി അടുപ്പത്ത്, ചായ, കട്ടൻ കാപ്പി വേണ്ടിയവർക്ക് കട്ടൻ കാപ്പി കൊടുത്തു, ചായ ഇട്ട് വെച്ചു. കൊച്ചുങ്ങൾക്ക് വെച്ച പാല് താണ്ട തൂങ്ങിപ്പോയി. അതൊരു ഡബിൾ ജോലി. ദോശ ഉണ്ടാക്കണം. രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഒരുങ്ങി. എനിക്ക് ഐ ഡോക്ടർ അടുത്തും അമ്മയെ ഷുഗറൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ അവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളൂ. അമ്മയ്ക്കുള്ളത് ഞങ്ങൾ ടിഫിനിൽ കൊണ്ടുപോവുക. അവിടെ ബ്ലഡ് എടുത്തിട്ട് പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കണം. ഇവിടെ ഒരാൾ കടല മാത്രം പറക്കി തിന്നുക. അറിയത്തില്ല മോനത് കുടി, ഗ്ലാസ്സിലെടുത്ത് കുടി കൂട്ടാ. ജേക്ക് മോനെ, അതിന് ഒത്തിരി സമയം എടുക്കത്തില്ല തീരാൻ. അപ്പോഴത്തേനും തട്ടിക്കളയാതെ കൂടി മോൻ. അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നയാ. എനിക്കും കണ്ണ് കാണിക്കാൻ വരണമായിരുന്നു. അമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടിരിക്കുക. ഇനി എടുക്കണം 2 മണിക്കൂർ കഴിഞ്ഞ്. ഞങ്ങളെല്ലാം, ഞാനും ആങ്ങളെ അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിന് ഈ പിള്ളേരുടെ ബഹളത്തിൻ്റെ ഇടയിൽ നാത്തൂൻ മീൻകറി വെച്ചു, നല്ല മാങ്ങാക്കറി ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇച്ചിരി ചിക്കൻ വറുത്തവന്മാർക്ക്. അപ്പം വേവിച്ച് വെക്കാൻ പാകത്തിന് സമയം കിട്ടിയില്ല. അടപ്പത്ത് അരിഞ്ഞു വെച്ചു. അത്രയും പറ്റി. പോളും പ്രൈസിനും ഉള്ളതുകൊണ്ടാണ് അവന്മാർ അച്ചിരിയിൽ ഇരുന്നത്. അല്ലേ അവന്മാരുടെ ഏൽപ്പിച്ചിട്ട് പോകാക്കത്തില്ല. പിന്നെ തുണിയും കഴുകിയിട്ടിട്ടുണ്ട്, വിരിക്കണം. ഇനിയും ചോറ് വെന്തു. ഷെയർ തരൂ, ആർക്കും ഷെയർ ചെയ്തിട്ടേ അവൻ തിന്നു. ഇനി മക്കൾ തിന്നു. കുടിച്ചണേ, ഇതൂടെ കുടിച്ചണേ മക്കൾ. ഇത് നല്ലതാണ്. പുറം പ്ലാസ്റ്റിക് പിള്ളേർക്ക് പിടിക്കാൻ പറ്റും, അകം സ്റ്റീൽ ഗ്ലാസ്സാണ്. അതുകൊണ്ട് പൊട്ടുമോ അങ്ങനെ എന്നുള്ളൊരു പേടിയില്ല. പൊട്ടത്തില്ല. പ്ലാസ്റ്റിക്. ഈ ആൻറ്റിക്ക് പറയാനും അറിയത്തില്ല. ഇതൊക്കെ നീ എവിടെ കണ്ടടാ? मदी अरे कार्टून में ऐसे लड़की लोग हैं ना, अपना क्या बोलते हैं, मदी टेडी बेयर लेते हैं पर खिलौना रहते पर उन्हें ऐसे करते हैं लोग. अയ്യോ അതെന്താ ഇത് നോക്കത്തില്ലേ? अरे वैसे तो इधर അയ്യോ ഒരു ചെയ്യല്. ഇതെന്തോ ഡോക്ടറാ? മതി 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 മതി.
ചെയ്തോളാം. ആ അയ്യോ നോവുന്നു, അതുകൊണ്ട് ചെയ്തോ നോവും മക്കളെ. ഗേൾസിന്റെ ശരി തന്നെ. ഗേൾസ് ദേവിയ നോവത്തില്ല, ബോയ്സിന്റെ തലേ ജീവിയ ബോയ്സിന് നോവും. അത് കൊള്ളാല്ലേ, ആ ഐഡിയ കൊള്ളാല്ലേ. മുള്ള ഗേൾസിനുള്ള മുള്ള. എനിക്ക് വേണ്ട, മതി. ഇപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നില്ല, അതുകൊണ്ട് ഇപ്പൊ ചെയ്യണ്ട. കുളിച്ചിട്ട് വന്നയാ. ഓക്കെ, ഇനി എവിടെ പോവാ? വെക്കണ്ടേന്ന് പൂ പറിക്കാൻ പോട്ടെ. രാത്രി ഒപ്പുപട്ടിയുണ്ട്, ഊളം വരും. രാത്രി ഊളത്തില്ലേ? ഇന്നലെ രാത്രി കേട്ടായിരുന്നല്ലേ? പേടിയുണ്ടോ? പോട്ടെ 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 പോട്ടെ, കുഞ്ഞിന് അതിനെ പേടിയുള്ളോ? ഒരു ഇതുണ്ട്, അതിന്റെ പേരുണ്ട്. ഈ കണ്ണിന് ഇവിടെ ഒരു ഇതുണ്ട്, കൺപീലി. അവനിപ്പോ ഇത് പറിച്ചു കളയണം, അത് പഠിച്ച് കളയണം. അടച്ചു കയറ്റണ്ട, അടപ്പ് കയറ്റണ്ട. ബസ് ചെയ്യണ്ട, ഞാൻ ഇപ്പൊ നിന്നെ പപ്പായ വിളിക്കും. വേണ്ട, അതൊന്നും വെക്കണ്ട. സന്തോഷങ്ങൾ വഴക്ക് പറയും. ഇതിട്ട് അമക്കാൻ പോവാ. സന്തോഷങ്ങൾ നിന്നെ വഴക്ക് പറയും. അത് പോയാൽ സന്തോഷമെങ്കില് പറയാന് തലേ പൂവ് അങ്ങ് വെച്ച് കൊടുക്കണം. പൂ വെച്ച് കൊടുക്കാൻ പറയാമോ? പൂവ് അങ്ങ് വെച്ച് കൊടുക്കണം. പൂ വെച്ച് കൊടുക്കണോ? അങ്ങനെ പറഞ്ഞാൽ പൂ വെച്ച കൊടുക്കണം. അപ്പോഴ് ഇപ്പൊ പറയും സന്തോഷങ്ങൾ സുന്ദരിയാന്ന് പറയാമോ? എന്നിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞാൽ എന്ത് പറയും? എന്ത് പറയും? ഈ കണ്ണിന്റെ ഇവിടെ ഒരു ഇതുണ്ട്, അതാണ് ഐബ്രോ. കണ്ടിച്ച് കളയല്ല, കണ്ടിച്ച് കളയല്ല. ഇനി ഈ ഐബ്രോ സുന്ദരം, ഈ ഐബ്രോ സുന്ദരമാണ്. ഭയങ്കര കടിക്കട്ടയാണ് ഈ കണ്ണിന്. വെളുപ്പിക്കുവല്ല, ഇതും ഉള്ളു. അപ്പൊ ഇവിടെ എന്നെ ഒരുക്കുവാ. എൻ്റെ നെറ്റിയുടെ അവിടുത്തെ ആ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു മറുകുണ്ട്, അത് ഇത്തിരി സോഫ്റ്റാണ്. അത് പറിച്ച് മാറ്റണം. ഞാൻ പറഞ്ഞു അയ്യോ സന്തോഷങ്ങൾ ആദ്യം അതാ പറഞ്ഞേ. ഞാൻ പിന്നെ ചോദിച്ചാൽ അത് വീഡിയോ കിട്ടിയില്ല. എന്തോന്നോ ഞാൻ പറഞ്ഞു യൂ സന്തോഷങ്ങൾ വഴക്കുമ്പോൾ ഇല്ല, സന്തോഷങ്ങൾ കാണുമ്പോൾ പറയും നീ സുന്ദരിയായെന്ന്. അയ്യോ എനിക്ക് ഐബ്രോ ചെയ്യുന്ന ഞാൻ ഐബ്രോയെ വെളുപ്പിക്കുവോ? ഞാൻ പറയടാ ഐബ്രോ വെളുപ്പിച്ചാൽ കൊള്ളത്തില്ലടാ, ഞാൻ ഇതൊക്കെ എവിടെ കണ്ടെന്ന് എനിക്കറിയത്തില്ല. സാരമില്ലെന്നാ പറയുന്നത്. അത് എന്തോ ഒരു സ്പൂണും കൊണ്ടാണ് ചെയ്യുന്നത്. ഈ ഒരു സൈസ് പ്ലാസ്റ്റിക്കിന്റെ സ്പൂൺ ഉണ്ടല്ലോ, അതിന്റെ മൂടും കൊണ്ടായി ചെയ്യുന്നേ. ഞങ്ങളെ ഈ സുന്ദരിയാക്കി ഞങ്ങൾ ഇതൊക്കെ ചെയ്തു. ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.